Boleh. Hello, good morning. Good morning, Miss. Good morning, Miss. Morning. Yes. ക്ലാസ്സുകളൊക്കെ തീരാറായി അടുത്ത് വരുന്നോറും ആളുകളുടെ എണ്ണം കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അങ്ങനെ തോന്നുന്നു എനിക്ക്. ശരിയല്ലേ? നമ്മള് തുടക്കം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇപ്പൊ കുറഞ്ഞ് ലോപിച്ച് അവസാനത്തെ ക്ലാസ് ഒക്കെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാവില്ലായിരിക്കും. നമ്മളിവിടെ വെറുതെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ക്ലാസ് എടുക്കേണ്ടി വരുമായിരിക്കും അല്ലെ? എനിക്ക് തോന്നണം ഇങ്ങനെ പോകാണെങ്കിൽ അങ്ങനെ വരുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നേ ടീച്ചറ് 30 ക്ലാസ്സിൽ വരുന്നു, നോക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ലാസ്റ്റത്തെ മൊഡ്യൂൾ ആകുമ്പോഴേക്കും ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സുകൾ എല്ലാ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എത്താറായല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ കൊഴിഞ്ഞ്
അവസാനം നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത് തീർക്കില്ല. എന്തായാലും നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണമല്ലോ. നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സിലബസിലെ എല്ലാ ചാപ്റ്റേഴ്സും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഡ്യൂട്ടി നമുക്ക് കംപ്ലീറ്റ് ആക്കണം. സ്റ്റുഡൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ തീർക്കും കേട്ടാ. നിങ്ങൾ റെക്കോർഡ് എന്തായാലും കാണും എന്നുള്ള വിശ്വാസത്തോടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയത് ഒന്ന് വേഗം പറഞ്ഞേ. ഒരു സ്റ്റാർട്ടിങ് നിങ്ങളാണ്, നിങ്ങളുടെ നിന്നാണ് എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നത്. ഗുഡ് മോർണിംഗ് എവിടെ വരെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം അപ്പോഴാണ് നമുക്ക് യെസ് വെരി ഗുഡ് ഫെമിന ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ചൊല്ലുമ്പോൾ ചാടി നിൽക്കണം, ചാടി ഉത്തരം പറയണം. ഓക്കെ, അതൊക്കെ നമുക്കൊരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുക എന്ന് പറയില്ലേ. കണ്ടോ, കുട്ടികൾ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ നമുക്കൊരു ഇതാണ് അല്ലെ. നമ്മള് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ നന്നായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ബോറടിക്കും, നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എവിടെ വരെ എടുത്തും ഇപ്പൊ നമ്മൾ എവിടെ എടുത്തോണ്ടിരിക്കുന്നതെന്നൊക്കെ ചെയ്യുമ്പോൾ ആൻസർ എന്നാണെങ്കിൽ അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ തളർന്ന് ഒടിഞ്ഞ് ഒരു എനർജി ഇല്ലാത്ത പോലെയാണ്. ഓക്കെ, ജോബ് റൊട്ടേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വാട്ട് ഈസ് ജോബ് റൊട്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ടു ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ടു റെഡ്യൂസ് ബോർഡം ഓർ മൊണോട്ടണി, മടുപ്പ്, ബോറടി, ഇങ്ങനെയുള്ള ചില ഇമോഷണൽ ഫീലിങ്സ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലെ. നമ്മളിപ്പോ കമ്പ്യൂട്ടറിലാണ് നമ്മളിപ്പോ ലൈവ് ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ്, മനുഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോ ഇതിലിറങ്ങുന്ന ചിലപ്പോ ഒരു ബോറടി, ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഫീലിങ്സിലേക്ക് പോകും. മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത്തരം ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ. പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ഏത് ത്രൂ ആണോ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മീഡിയ, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ, അതിനൊരു ബോറടി ഒന്നുമില്ല. അതിങ്ങനെ കേട്ടോണ്ടേയിരിക്കും, നിങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഹ്യൂമൻ ബീയിങ്സിന്റെ ഫീലിങ്സ് ഒക്കെ ഇതുപോലെയുള്ള ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ, ബോർഡം, മൊണോട്ടണി, ഇതൊക്കെ ഒരു ജോലി തന്നെ ഇങ്ങനെ ആവർത്തിച്ചൊക്കെ ചെയ്യുമ്പോൾ അതില് മടുപ്പും ബോറടിയൊക്കെ ഫീൽ ചെയ്യും. അത്തരം ഫീലിങ്സ്, അത്തരം എന്താ പറയാ, ബോറടിയും മൊണോട്ടണിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയിനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഇങ്ങനെ മാറ്റുക. മനസ്സിലായി? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു മേഖലയിലും ആ ഒരു കാര്യവും അവർക്ക് വളരെ സ്കിൽഡ് ആയിട്ട്, നോളജബിൾ ആയിട്ട് ആ എംപ്ലോയിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിനെ റിലേറ്റ് ചെയ്ത ജോലി തന്നെ, അല്ലാണ്ട് ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ജോലി ചെയ്ത ആളെ കൊണ്ട് നിനക്ക് ഇത് ചെയ്ത് നിനക്ക് ബോറടിച്ചു, അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട, നീ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുക്കുക, മെക്കാനിക്കലായിട്ട് ആൾക്കറിയണ്ടേ. അല്ല, ഇതുമായി റിലേറ്റ് ചെയ്ത് തന്നെ, ഈ ഒരു കാര്യത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ തന്നെ കൊടുക്കുക. സോ ദേ ക്യാൻ ഇംപ്രൂവ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദാറ്റ് റിലേറ്റഡ് ജോബ്. അതുമായി ബന്ധപ്പെട്ട ജോലികളിലും സ്കില്ല് വർദ്ധിപ്പിക്കാനും ആൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഏതിന്റെ? ജോബ് റൊട്ടേഷന്റെ. ക്ലിയർ ആണല്ലോ? അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ജോബ് എൻറിച്ച്മെന്റ്. സോറി, നമ്മളിപ്പോ ജോബ് എൻലാർജ്മെന്റ് പറഞ്ഞു, ജോബ് റൊട്ടേഷൻ പറഞ്ഞു. ഇത് രണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതും ഇതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യണം, ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഇതും എന്താ പറയാ, ഇറ്റ്സ് ഓൾസോ ആൻ ഇംപ്രൂവിംഗ് എ ജോബ്. സോ ദ വർക്കർ ക്യാൻ be more likely to be inspired. അതായത് ഈ എംപ്ലോയീസിനെ കുറച്ചൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ജോബുകൾ ഇവർക്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് ഇതൊരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ. നേരത്തെ പറഞ്ഞ നമ്മുടെ ജോബ് എൻലാർജ്മെന്റ് അത് പറഞ്ഞത് ഒരു എന്താ പറയാ, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ്. എന്ന് വെച്ചാൽ ജോബ് എൻലാർജ്മെന്റ് എന്താ, കുറച്ചുകൂടി ഡ്യൂട്ടീസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറച്ചുകൂടി, ടാസ്കുകളൊക്കെ കുറച്ച് വലുതാക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത ജോലി അതിനോട് അനുബന്ധിച്ച് കുറച്ചുകൂടി ജോലി കൂടുതൽ കൊടുക്കുക. നേരത്തെ ഇത്ര കൊടുത്തു, ഇത്രയും മാത്രം നീ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതല്ല, അതുകൊണ്ട് കുറച്ചുകൂടി നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഇതിനേക്കാൾ എക്സ്ട്രാ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ടാസ്ക് കൂടുതൽ കൊടുക്കുക. മനസ്സിലായി? ഡ്യൂട്ടീസ് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അത് ജോബ് എൻലാർജ്മെന്റ്. അതൊരു ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ്. ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലി കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുക. ഇത് നിനക്ക് ചെയ്യാൻ പറ്റും, അത് അധികം, ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് നിനക്ക് ഇത്രയല്ല ഇതും കൂടി ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ചിലവർക്ക് മാത്രമാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് കണ്ടെത്തി അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കുക. അത് ജോബ് എൻലാർജ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൺലി എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ്. ഹൊറിസോണ്ടൽ ആണ്. ഇവിടെ നിന്നിരുന്ന ഇത്രയും ജോലിയല്ല, കുറച്ചുകൂടി കൂട്ടിയൊന്ന് കൊടുക്കുന്നു. പക്ഷേ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്. വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന ജോലി കുറച്ചുകൂടി മുകളിലത്തെ നിലയിലേക്ക് കൊടുക്കുക.
മുകളിലത്തെ നിലയെന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ വർക്ക് ചെയ്തോണ്ട് നാളെ പിടിച്ച് മുകളിലത്തെ നിലയിൽ പോയി കുറച്ചു നേരം അവിടെ പോയി ജോലി ചെയ്യുന്നു, അങ്ങനെയല്ല. ആളുടെ ഡ്യൂട്ടീസ്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റീസ്, അധികാരവും ഉത്തരവാദിത്വവും കടമകളൊക്കെ കുറച്ച് കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക. അതാണ് എന്ന് വിളിക്കാം വെർട്ടിക്കൽ എക്സ്പാൻഷൻ. അതിനെയാണ് നമ്മള് ജോബ് എൻറിച്ച്മെന്റ് എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംപ്ലോയർ ഗെറ്റ്സ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്. ഇവിടെ എന്താ, ഈ ആൾക്ക് ഇവിടെ നിന്നിരുന്ന ആളെ കുറച്ചുകൂടി ഉന്നത തലത്തിലേക്കുള്ള ജോലിയിലേക്ക് കയറ്റിയപ്പോ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തിപരമായിട്ട് വളരാനുള്ള ഒരു സാധ്യത. ലൈക്ക് പ്രൊമോഷൻ പോലെ എന്ന് വെച്ചാൽ അങ്ങനെ അന്നേരം പ്രൊമോട്ടഡ് ആക്കുന്നില്ല. പ്രൊമോഷന് അതിൻ്റെതായ ലീഗൽ ആയിട്ടുള്ള വശങ്ങളുണ്ട്, നിയമപരമായ വശങ്ങളുണ്ട്. ആ നിയമപരമായ വശങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ആൾക്ക് അതിനുള്ള സാധ്യതകൾ, അവസരങ്ങളുള്ള ഒരാളാണ് എങ്കിൽ ആൾക്ക് അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ കൊടുക്കുക. കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് തന്റെ റെസ്പോൺസിബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി അധികാരപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുക. അപ്പൊ ആൾക്കൊരു പേഴ്സണൽ ഗ്രോത്തിന് കൂടി സാധ്യതയുണ്ട് ഏതില്, ജോബ് എൻറിച്ച്മെന്റില്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗോൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, കൂടുതൽ വേരിയേഡ് വർക്കുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. പക്ഷെ ജോലികൾ ഇങ്ങനെ മാറി മുകളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈവൻ ദ എംപ്ലോയി, അതായത് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു വർക്കർക്ക്, ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബിക്കം ആസ് എ മാനേജർ. ഒരു മാനേജറിന്റെ ലെവലിലേക്ക് പോലും ഉയരാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ അവിടെ ഉണ്ട്. അതാണ് ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രത്യേകത. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ അതിന് നിങ്ങൾ വിചാരിക്കും അതിന് പ്രൊമോഷൻ എന്ന് പേര് കൊടുത്താൽ പോരെയെന്ന്. കാരണം ഇപ്പൊ കാഷ്യർ ആയിരുന്ന ആള്, കാഷ്യർ പൊസിഷനിൽ ഇരുന്നവര് ആൾക്ക് വളരെ നല്ല കഴിവുകളുണ്ട്. ആളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു, പെർഫെക്റ്റ് ആണ്, അക്യുറേറ്റ് ആണ്, ഒന്നും പറയാനില്ല ആളെ കുറിച്ചിട്ട്. അപ്പൊ ആൻഡ് ഓൾസോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുടെ ജോലി അതിൽ പെർഫെക്റ്റഡ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ ആൾക്ക് കുറച്ചുകൂടി നല്ല കഴിവുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇയാളെ കുറച്ചുകൂടി ഉയർന്ന തലം, എന്തെങ്കിലും ഒരു മാനേജ്മെന്റ് പൊസിഷനിലേക്ക് ആളെ ഒന്ന് മാറ്റാം എന്നുള്ള സാധ്യത, അവസരമുള്ള ആളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ അതിന് പ്രൊമോഷനിലേക്ക് പോകണമെങ്കിൽ അതിന് ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ലെങ്ത് ഓഫ് സർവീസ്, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇമ്പോർട്ടന്റ് പാരാമീറ്റർ നമുക്കറിയാം അല്ലെ. അതിനുള്ള എന്താ പറയാ, നമ്മള് ക്വാളിഫിക്കേഷൻ കൂടി വേണം. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് പുറമെ ഇയാൾക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം, കുഴപ്പമില്ല. ആളത് പെർഫെക്റ്റ് ആയി ചെയ്തോളും. ആളുടെ കയ്യിൽ ആ ഒരു ജോലിയും സുരക്ഷിതമാണ് എന്നുള്ള അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആൾക്കത് കൊടുക്കുക. സോ ഈവൻ ദ ലോ ലെവൽ ഓഫ് എംപ്ലോയി ക്യാൻ ബിക്കം എ മാനേജർ. ഒരു മാനേജറായി തീരാനുള്ള ഒരു സാധ്യതയും ജോബ് എൻറിച്ച്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആയോ? ജോബ് എൻറിച്ച്മെന്റ് മനസ്സിലായിട്ടുണ്ടാവണം. ആണോ? ഉള്ളവരൊന്ന് പറയോ വേഗം? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ്, ജോബ് എൻറിച്ച്മെന്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിംഗ് എ ജോബ് സോ ദ വർക്കർ ഈസ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. And also the next sentence, it is a vertical expansion. It എന്ന് പറയുമ്പോൾ ഓർക്കണം, dash is a vertical expansion of roles or responsibilities and authorities എന്ന് പറയുമ്പോൾ ആ ഡാഷിൽ ഇരിക്കുന്നല്ല ചേർക്കേണ്ടത്, അവിടെ ജോബ് എൻറിച്ച്മെന്റ് എന്നാണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് വായിച്ചു പഠിക്കണേ. സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. And the next sentence to be underlined is, the goal of job enrichment is not just to make the work more varied, but every employee to a manager. എല്ലാ എംപ്ലോയീസിനെയും മാനേജറാക്കി മാറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നതിൽ വരിക. അപ്പൊ 3 സെന്റൻസ് ആണ് ഇതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടോ. ചെയ്തോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. അടുത്ത നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് നമുക്ക് മോട്ടിവേഷൻസ് കൊടുക്കാൻ പറ്റുന്ന രീതികൾ, ടൈപ്സ് ആണ്. ഫിനാൻഷ്യൽ മോട്ടിവേഷനും അടുത്തത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. അതിൽ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള കുറെ ആനുകൂല്യങ്ങളും മറ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. സാലറിയുടെ രൂപത്തില്, വേജസിന്റെ രൂപത്തില്, ബോണസ്, അതുപോലെ തന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, അങ്ങനെയൊക്കെ. ഓക്കെ, അതൊക്കെയാണ് ഫിനാൻഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തും. നോൺ ഫിനാൻഷ്യലിൽ വരുന്നതാണ് ഇതുപോലുള്ള ചില കാര്യങ്ങൾ. എന്ന് വെച്ചാൽ കാശായിട്ടല്ല കൊടുക്കുക, മറ്റു പല അധികാരങ്ങളോ
അവസരങ്ങളോ ഉയരാനുള്ള ചില സാധ്യതകളോ ഒക്കെ ഉണ്ടാക്കി അതുപോലുള്ള ചില സ്റ്റേറ്റസ് അവരുടെ പ്രൈഡ് അഭിമാനത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പോയിന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And the next one is reinforcement. മറ്റൊന്നാണ് reinforcement. It's a powerful tool of motivation. മോട്ടിവേഷന്റെ ഏറ്റവും ശക്തമായ ഒരു ടൂൾ എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് പ്രിൻസിപ്പിൾസിൽ ഇത് ബേസ്ഡ് ആണ്. ഏത്? റീഇൻഫോഴ്സ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരെ? എംപ്ലോയീസിനെ. ആരെയാണ് അങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ടത്? അതാണ് ഈ രണ്ട് രീതിയിൽ രണ്ട് പ്രിൻസിപ്പിൾസിൽ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. The first one belongs to, അതായത് it seems to be a positive. ഈ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ് കൊണ്ടുവരും. എപ്പോഴാണെന്ന് അറിയാമോ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ചില എംപ്ലോയീസിനെ എന്ത് ചെയ്യാണ്? നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പോ അവര് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് പ്രത്യേകം അതിനുള്ള റിവാർഡുകൾ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? അവരത് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അവർ അക്യുറേറ്റ് ആയിട്ട് എന്താ പറയാ മറ്റു ഒരു തരത്തിലും ഉള്ള തെറ്റുകളോ മറ്റൊന്നും ഇല്ലാതെ എന്താണോ ഓർഗനൈസേഷന് വേണ്ടത് അത് അവർ കൃത്യമായിട്ട് തരികയാണെങ്കിൽ they are liable for giving some reward to that particular employee or employees. അത്തരം എംപ്ലോയീസിന് എന്ത് ചെയ്യണം? അവര് റിവാർഡ് ചെയ്യണം. അവർക്ക് പ്രതിഫലം അതനുസരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരങ്ങനെ ഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ ഇതുപോലെ റിവാർഡുകൾ കിട്ടുന്നു. നെക്സ്റ്റ് ടൈം ഓൾസോ ദേ വിൽ ഡു ബെറ്റർ. അപ്പൊ അടുത്ത പ്രാവശ്യം അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും കൂടുതൽ നന്നായി ചെയ്യാൻ നോക്കും. അപ്പൊ കൂടുതൽ ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓർഗനൈസേഷന് അതൊരു പോസിറ്റീവ് റിസൾട്ട് ആണ് കൊണ്ടുവരാം. അപ്പൊ അതെന്ത് ചെയ്യാം? can be repeated. നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാം. ഇനിയും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴും അങ്ങനെയുള്ള റിവാർഡ് അല്ലെ, മോണിറ്ററി ആയിക്കോട്ടെ നോൺ മോണിറ്ററി ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ അവരെ റിവാർഡ് ചെയ്യാം, പ്രതിഫലം കൊടുക്കാം. സോ ദാറ്റ് ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും വീണ്ടും ആവർത്തിക്കാം. പക്ഷേ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലോ എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും അത്തരം ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് നമുക്ക് തരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ റിവാർഡ് കൊടുക്കുവോ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ആ റിസൾട്ട് കിട്ടുന്നില്ലാത്ത കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബെറ്റർ റിസൾട്ട്സിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആക്കുന്ന എംപ്ലോയീസിനെ. അപ്പൊ ഓർഗനൈസേഷന്റെ ബെറ്റർ റിസൾട്ട്സ് കിട്ടിയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിനെ നമ്മൾ പല രീതിയിലും എൻഫോഴ്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ വിൽ പ്രൊവൈഡ് ദ റിവാർഡ്, അവർക്ക് റിവാർഡ് കൊടുക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ റിപ്പീറ്റഡ്, അത് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കാം. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓൺലി നെഗറ്റീവ് റിസൾട്ട്സ്, ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് നോ റിസൾട്ട്സ്, അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് കൊണ്ടൊന്നും യാതൊരു റിസൾട്ടും ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൽ നിന്നോ കിട്ടുന്നില്ല എങ്കിൽ അത് ഡ്രോപ്പ് ദ ഐഡിയ, അത് വേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരെന്താ ചെയ്താലും അങ്ങനെ തന്നെയാണ്, നമുക്ക് ബെറ്റർ റിസൾട്ട്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ റിവാർഡ് കൊടുത്ത് എന്തിനാ വെറുതെ കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത് അല്ലെ? പ്രതിഫലം ഏത് രീതിയിൽ കൊടുക്കുമ്പോഴും അത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും അല്ലെ, ഏത് രീതിയിൽ പ്രതിഫലം കൊടുത്താലും. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് റിസൾട്ട്, നല്ല റിസൾട്ട്, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ആളുകളെ വീണ്ടും വീണ്ടും നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസിലാണ് പവർ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ പവർഫുൾ ടൂൾ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മള് റീഇൻഫോഴ്സ്മെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ്, ഡാഷ് ഈസ് എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മള് റീഇൻഫോഴ്സ്മെന്റ് ആണെന്ന് എഴുതണം. അതുകൊണ്ട് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ എ ബി എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ആ രണ്ട് പ്രിൻസിപ്പിൾസും അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ എന്താ പറയാ, പോസിറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം, റിവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കാം. അതേസമയം നെഗറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ നോട്ട് ടു ബി റിപ്പീറ്റഡ്, അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ രണ്ട് പോയിന്റ് ഉള്ളൂ. സി എന്ന് പറയുന്ന പോയിന്റ് അല്ല, അത് കളഞ്ഞേക്കാം. സി എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു കൺക്ലൂഷൻ പോലെ ആ ഒരു പോയിന്റ് therefore എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. സി ഈസ് നോട്ട് എ പോയിന്റ്,
2 പ്രിൻസിപ്പിൾസ് ഉള്ളൂ. സി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ല കേട്ടോ. സി എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ആളുകളുടെ വ്യക്തികളുടെ ഓരോ എംപ്ലോയീസിന്റെയും ബിഹേവിയറിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അതെന്താ കൃത്യമായിട്ട് നമ്മൾ ഒരു സ്കെഡ്യൂൾഡ് റിവാർഡുകളൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ കൊണ്ടുവരിക. അതായത് നല്ല രീതിയിൽ എങ്ങനെയുള്ള റിവാർഡുകൾ, ഏതൊക്കെ പെർഫോമൻസ് നമ്മൾ കൊടുക്കണം, ബെറ്റർ റിസൾട്ട്സ് നമ്മൾ ഏത് രീതിയിലുള്ള റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യേ, അതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ സ്കെഡ്യൂൾ ചെയ്ത് തന്നെ അത് നടപ്പിലാക്കുക. എന്നാലാണ് ബെറ്റർ റിസൾട്ട്സ് ഓർഗനൈസേഷന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ അർഹിക്കുന്നവർക്ക് എന്താ പറയാ അത് ലഭിക്കാതിരിക്കുകയും അല്ലാതെ വെറുതെ തോന്നിയ പോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ആണെങ്കിലും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണെങ്കിലും വെറുതെ ആവശ്യമില്ലാത്ത പഴങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ കൂടി സ്കെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത റിവാർഡുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ദ പീപ്പിൾസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ബിഹേവിയർ വിൽ ബി ചേഞ്ച്ഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആളുകളുടെയും എംപ്ലോയീസിന്റെ ഒക്കെ ബിഹേവിയർ പാറ്റേൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് കിട്ടുന്നുണ്ട് റിവാർഡ്, അവർ ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. സോ ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ടൈം. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാനും ചിന്തിക്കും എനിക്കും അത് കിട്ടണം, ലഭിക്കണം. സോ ഐ ഹാവ് ടു ഡു ബെറ്റർ പെർഫോമൻസ്. എനിക്ക് എന്റെ പെർഫോമൻസ് ലെവൽ വർദ്ധിപ്പിക്കണം, എന്നാലും അവരെ പോലെ എനിക്കും ആകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ എന്റെ ജോലി ചെയ്യുന്നത് എന്താ പറയാ, എന്റെ ജോലി ചെയ്യുക എന്നുള്ള കടമ, കർത്തവ്യം, റെസ്പോൺസിബിലിറ്റി എടുക്കുക മാത്രമല്ല ചെയ്യണേ. ത്രൂ ദാറ്റ് അതിലൂടെ ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്, എന്റെ ഇൻഡിവിജ്വൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, എന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് കൂടിയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ജോലി, എന്ത് ജോലിയാണോ ഞാൻ ചെയ്യുന്നത്, ടീച്ചിങ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ആ ജോലി ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഞാൻ പെർഫെക്റ്റഡ് ആകുകയാണ്, അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആകുകയാണ്. അപ്പൊ എന്റെ അറിവ്, കഴിവ്, മറ്റു പല കാര്യങ്ങള്, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളർച്ച ഉണ്ടാവും, വികസനം ഉണ്ടാവും, അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ അതിന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസും ആ 2 പ്രിൻസിപ്പിൾസും ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് അടുത്ത നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ പെട്ടതാണ് ക്വാളിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റി ഓഫ് വർക്ക്, അതായത് ഈ ന്യൂ എൻട്രൻസുകളൊക്കെ ഉണ്ടാവില്ല, യങ് ആയിട്ടുള്ള പുതിയ അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞു, ഏതെങ്കിലുമൊക്കെ പഠിച്ചു, ഡിഗ്രിയോ PG ഒക്കെ പഠിച്ചിട്ട് പിന്നെ അത്രയൊക്കെ നാളൊക്കെ നമുക്ക് പാരന്റ്സിന്റെ കീഴിൽ നിന്ന് അവരുടെ അസിസ്റ്റൻസ് കൊണ്ട്, അവരുടെ സഹായത്താൽ നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് തന്നെ ഒരു തോന്നൽ വരും, അല്ലെ, ഇതിങ്ങനെ കുറെ നാളായി പഠിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ജോലിയും കൂടി ചെയ്യണം, ഇനി അതിന്റെ ഒപ്പം നിന്ന് വേറെയും പഠിക്കാലോ, ആ ജോലി ചെയ്യണം, ആ ഒരു ഫീലിങ്സ് വരുമ്പോൾ വിൽ ട്രൈ ഫോർവേഡ്, എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള യങ് എൻട്രൻസ്, പുതിയതായിട്ട് പുതുമുഖക്കാര് എവിടേക്ക്, ജോലി ഫീൽഡിലേക്ക്, ബിസിനസ്സിനകത്ത് ജോലി ചെയ്യാനോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ, എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഓരോ രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെന്റ് ജോലി തന്നെ എടുക്കുള്ളൂ എന്ന് ഉള്ളവരാണെങ്കിൽ അവര് PSCs അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും, അല്ലെ. അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്യും, എന്നിട്ട് ജോലി വാങ്ങിക്കാൻ നോക്കും. അതല്ല, നമുക്കിപ്പോ PSCയിൽ ജോലി കിട്ടുന്നത് വരെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മൾ ഇനിയും എന്താ പറയാ പാരന്റ്സിന്റെ അസിസ്റ്റൻസിൽ മാത്രം അവർക്ക് ചിലപ്പോൾ എല്ലാവരുടെ പാരന്റ്സ് അത്രയും എന്താ പറയാ എനർജറ്റിക്കോ അല്ലെങ്കിൽ സ്ട്രോങ് ആവണമെന്നില്ല. ചിലപ്പോഴൊക്കെ പ്രായം ഇങ്ങനെ കൂടി വരുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്നത്തെ കാലത്ത് എപ്പോ വരുമെന്ന് ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെ, ഇത് നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് ഇവന്റെ തൊട്ട് ചാടിക്കയറണ്ടേ, രോഗം എന്ന അവസ്ഥയിൽ നമ്മളെ എവിടെയെങ്കിലും ഒതുക്കിയിടാനായിട്ട്, അല്ലെ. അപ്പൊ അതിങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് അവരെ നോക്കണം. അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കുട്ടികളുണ്ടാകും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ജോലിയാണെങ്കിലും മതി, അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ. അപ്പൊ അത്തരം ജോലിക്ക് വേണ്ടി വരുന്ന യങ് എൻട്രൻസ്, സോ ദേ ഹാവ് ക്രിയേറ്റീവ് ഐഡിയാസ്. അങ്ങനെ വരുന്ന ന്യൂ എൻട്രൻസിൽ നിന്നുണ്ടാകും എന്താ പറയാ നല്ല ആശയങ്ങള് സൃഷ്ടിച്ച് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്താ പറയാ കുറെ ഐഡിയാസ് ഉണ്ടാകും. മാത്രമല്ല അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യും യങ് എൻട്രൻസിന്. സോ അവർക്ക് നമ്മളിങ്ങനെ ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ് ഹൗ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്. ഇതെങ്ങനെ നമുക്ക് ഈ ടാസ്ക് ചെയ്യാം എന്നുള്ള പുതിയ ഐഡിയ ഒക്കെ അവർ തന്നെ വികസിപ്പിച്ചെടുത്തോളും. സോ അതൊരു എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന ഒരു അവസരമാണ്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. സോ അത് പുതിയവർക്ക് അങ്ങനെ നമുക്ക് ഫ്രഷേഴ്സിനെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവർ വരുന്നവരാണ്, പുതിയതായിട്ടാണ്, ഇപ്പൊ തന്നെ കോളേജുകളിൽ നിന്നും പല ഡിഗ്രികളോ PGകളോ ഒക്കെ സമ്പാദിച്ചു വരുന്നവരാണ്. സോ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അവർക്ക് ഓരോ ടാസ്കുകൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേറെ രീതിയിൽ ചിന്തിച്ച് അതിന് ഒരു സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നവരാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. അവർക്ക് തന്നെ കൊടുക്കാം, നിങ്ങൾ ചെയ്യും, എന്താണ് ചെയ്യേണ്ടത്, വേണ്ട വിധത്തിൽ നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യും, ഉണ്ടാവും, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്.
So it's also quality of work. Our quality of work improve the opportunities to be provided to the young entrants. It's also a non-financial motivation. Clear ayo? Quality of work manasilayo? Manasilayo? Yes, and the last one is flexible working hours. It's also a type of non-financial motivation. And then flexible working hours. That means the employees or the youngsters or the new entrants are, or a group of employees are provided a chance to choose their own time for working. That is, organization, employees talented. നല്ല കഴിവുള്ള ആളാണ് അവരുടെ ഇന്റർവ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആ ടാലന്റും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ആ എന്താ പറയാ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്ന റെസ്യൂമേഷൻ എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ആള് ഭയങ്കര കഴിവുള്ളതാണ്. സോ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് നമുക്ക് അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളും കൂടി ഉണ്ട്. സോ അവർ ചിലപ്പോ ഈ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന ആ ഒരു സമയത്തിന് വന്ന് ജോലി ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ അല്ലെ ഇൻകൺവീനിയൻസ് ഉണ്ടാകാമായിരിക്കാം. ചിലപ്പോൾ മേ ബി ഡ്യൂ ടു സം ഡിസ്റ്റൻസ് ഓഫ് എന്താ പറയാ കുറെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും വരുന്നവരാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്താ പറയാ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. കുറച്ച് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചില ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ജോലിക്കായിട്ട് അപേക്ഷിച്ചു എന്തെങ്കിലും ജോലി കിട്ടണം അപ്പൊ വേറെ സ്ഥലത്ത് നിന്ന് അപ്പൊ എന്താ പറയാ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എന്താ പറയാ ഇവിടെ ഓർഗനൈസേഷനിൽ നമുക്ക് ചെറുതായിട്ട് ഒരുക്കി കൊടുക്കുക. നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് എപ്പോ ഒന്നും ജോലി ചെയ്യാൻ പറ്റും അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുക. ചൂസ് ദ ടൈം. അവർക്ക് ആ ഒരു സമയം ചൂസ് ചെയ്ത് ആ സമയത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ്. ഇപ്പൊ എത്ര മണിക്കൂറാണെങ്കിലും ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി. അത് യു ക്യാൻ ചൂസ് യുവർ ഓൺ ടൈം. കാലത്ത് 10 മണി ടു 12 മണി വരെയാണോ അല്ലെങ്കിൽ 10 മണി ടു 5 മണി വരെയാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സമയം ഓക്കെ നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആ സമയം ചൂസ് ചെയ്യാം. കണ്ടോ, അത് ചില ആളുകൾക്ക് കൊടുക്കുന്ന ചില എന്താ പറയാ സൗകര്യങ്ങളാണ്. എല്ലാവർക്കും കൊടുത്തു വരില്ല. കാരണം ചില ആളുകൾ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കാലത്ത് 9 മണിക്ക് വന്നിട്ട് 5 മണി 6 മണി വരെ ചെയ്താലും തീരില്ല. കാരണം അത്രയും കപ്പാസിറ്റി അവർക്കുള്ളൂ, സ്കിൽ ഉള്ളൂ. മനസ്സിലായി. പക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവർക്ക് ഒരു എക്സ്ട്രാ പവേഴ്സ് എക്സ്ട്രാ എനർജീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവരെ നമുക്ക് മെഷർ ചെയ്ത് അവർക്ക് ഒരു ഫ്ലെക്സിബിൾ ടൈം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ എംപ്ലോയീസിന് ദേ ആർ ഫ്രീ ടു ചൂസ് ദെയർ ഓൺ ടൈം അല്ലെ. അവർക്ക് ചൂസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ജോലി എപ്പോ തുടങ്ങണം എപ്പോ ക്വിറ്റ് ചെയ്യണം എന്നുള്ള ഓരോ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുക. അത് ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എല്ലാവർക്കും കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ഗിവൺ ടൈമിലാണെങ്കിലും they will do it with 100% റിസൾട്ട്. ഒരു 100% റിസൾട്ട് തരുന്ന രീതിയിൽ ആ ഒരു സമയത്തിലാണെങ്കിലും അവർ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്കേ നമ്മൾ കൊടുക്കുള്ളൂ. അതാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. സോ അതിനകത്ത് ഞാൻ പറഞ്ഞ 2-3 പോയിന്റുകളാണ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ല എങ്കിൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ വരുന്ന പോയിന്റുകൾ മാത്രമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പാർട്ടിസിപ്പേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ഇതൊക്കെ നമ്മുടെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിൽ വരുന്നതാണ്. ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാകും. നെക്സ്റ്റ് ടോപ്പിക് അടുത്തത് നമുക്ക് എംപ്ലോയി മൊറൈലാണ്. മൊറൈൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ ഒരു ഫീലിംഗിനെയാണ്, ഒരു തരം അവസ്ഥയാണ്. മീൻസ് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് enthusiasm, happiness, peace, confidence അല്ലെ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി എത്രത്തോളം enthusiastic ആയിട്ട് എന്ന് വെച്ചാൽ വളരെ ആകാംക്ഷയോടെ, ശ്രദ്ധയോടെ, എന്താ പറയാ സന്തോഷത്തോടെ, വളരെ കോൺഫിഡൻസോടെ എന്ത് ജോലി കൊടുത്താലും അതെങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുക, അതിനാണ് ആ ഒരു മൈൻഡ് അല്ലോ. മൈൻഡിൽ നിന്ന് വരണം. നമ്മളിപ്പോ ഇപ്പൊ ചെയ്യണമല്ലോ, ഇങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരൂലേ? ഇത് മുഴുവൻ ഇനി വൈകുന്നേരം പോകുന്നതിന് മുമ്പ് ചെയ്തപ്പോ തീരാനാ ആ ഒരു മൈൻഡൊക്കെ വരും ചില ടാസ്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത്. പക്ഷെ അതൊന്നും ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ഇന്ന സമയത്തിന് ഞാൻ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, ആ ഒരു enthusiastic ആ ഒരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ മൊറൈൽ. അതൊരു ഫീലിങ്സ് ആണ്.
അത് നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഉള്ളിന്ന് വരുന്ന സാധനമാണ്. മനസ്സിലായോ മൊറൈൽ എന്ന് പറയുന്നത്? അപ്പൊ മൊറൈൽ എന്ന് പറയുന്നത് ഒരു മെന്റൽ കണ്ടീഷൻ ആണ് അല്ലോ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഗ്രൂപ്പ്സ്. അത് വ്യക്തിപരമായിക്കോട്ടെ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴായിക്കോട്ടെ അവരുടെ മനസ്സിന്റെ ഒരു തോന്നല് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതാണ് നമ്മൾ എങ്ങനെ നമ്മൾ ആ ഒരു ജോലി ചെയ്യാനായിട്ട് മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തെങ്കിലും ചെയ്യുന്നു. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ഒരു ഗുഡ് മൊറൈലാണ്. ഇപ്പൊ ഒരു 5-6 പേർ കൂടി ഒരു ടാസ്ക് കൊടുക്കാണ്, അവരെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരത് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച്, എത്രത്തോളം ഇനീഷ്യേഷൻ എടുത്ത്, എത്രത്തോളം ഹാപ്പി ആയിട്ട് അത് കോൺഫിഡൻസോടുകൂടി അത് ഏറ്റെടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, ആർത്തിയോടെ അത് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഗുഡ് മൊറൈൽ ഉള്ള എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുക. അതേസമയം കൊടുക്കുമ്പോ നീ അപ്പുറത്ത് മാറി നിന്നിട്ട് എങ്ങനെ ചെയ്തു തീർക്കും അല്ലെ, ഇതെന്നാ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്ക് വരുമ്പോ ആ ഒരു മൊറൈൽ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ക്ലിയർ ആയോ? ഗുഡ് മൊറൈൽ ഈസ് എവിഡൻസ്. എങ്ങനെയാണ് ഒരു എംപ്ലോയി ഗുഡ് മൊറൈൽ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? That means it is from their enthusiasm, voluntary conformance, and also following the rules and regulations, and also to cooperate with other workers. മറ്റുള്ള ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് ഓർഗനൈസേഷൻ്റെതായ റൂൾസും റെഗുലേഷൻസും പാലിച്ച് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വളരെ കൺഫർമേഷൻ, എന്താ പറയാ, എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ള സ്ഥിര ആ ഒരു ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ്. അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ഗുഡ് മൊറൈൽ എംപ്ലോയി എന്ന് വിളിക്കുക. മനസ്സിലായി? റെഡിനെസ് ടു കോപ്പറേറ്റ് വിത്ത് അതർ വർക്കേഴ്സ് ആൻഡ് ടു പെർഫോം ദെയർ ഗിവൺ ടാസ്ക് വിത്ത് എന്തൂസിയാസം, വിത്ത് കൺഫർമൻസ് അല്ലെ. ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ മൊറൈൽ അളക്കുന്ന ഒരു സാധനം പറയുന്നത്. മനസ്സിലായോ? എന്താണ് മൊറൈൽ എന്ന് മനസ്സിലായോ? അതില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. മൊറൈൽ മീൻസ് ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or groups that will be able to handle the tasks allotted to them. തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ വളരെ സന്തോഷത്തോടെയും കോൺഫിഡൻസോടെയും വളരെ അധികമായ സന്തോഷം, അതാണ് സീൽ എന്ന് പറയുന്നത് കേട്ടോ. അത് ആ രീതിയിൽ എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത് അതിനെയാണ് മൊറൈൽ എന്ന് വിളിക്കുക. ആൻഡ് അടുത്ത ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഗുഡ് മൊറൈൽ ഈസ് evidenced by employing enthusiasm, voluntary conformance with the regulations, orders, and ready to cooperate with others to accomplish an organization's objectives. അത് ഫുൾ ഉണ്ട് ഗുഡ് മൊറൈൽ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. And the next topic വീണ്ടും എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് ചാപ്റ്റർ തീർന്നു. അടുത്തതാണ് എംപ്ലോയി ഗ്രീവൻസ്. ഗ്രീവൻസ്, what do you mean by grievance? Grievance means dissatisfaction or discontentment. Grievance എന്ന് പറഞ്ഞാലേ അതെ പരാതികള്, പരിഭവങ്ങള്, തൃപ്തിക്കുറവ്, താല്പര്യക്കുറവ്, ഇതൊക്കെ പറയാം നമുക്ക്. ഇപ്പൊ while working in an organization, some employees may be always dissatisfied. ഒരു തരത്തിലുള്ള തൃപ്തിയില്ല, എപ്പോഴെപ്പോഴും വഴക്ക്, അതിനും ഇതിനൊക്കെ പിടിച്ചതിനും തൊട്ടതിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതികളും പരിഭവങ്ങളായിട്ട് നിൽക്കുക. സോ അത് അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതികളും പരിഭവം ഉണ്ടാകുക. ചിലപ്പോ അത് റീസണബിൾ ആയിരിക്കാം, കാര്യമായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോ വെറുതെ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എപ്പോഴും എന്തെങ്കിലും കാര്യം കണ്ടാലും അത് നെഗറ്റീവ് അടിച്ചിരിക്കാം, അങ്ങനെയുണ്ട്. അത് പല രീതിയിലുണ്ട്. സോ അതിനെ കുറിച്ചൊക്കെ ഒത്തിരിയൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ ഗ്രീവൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലൈന്റ് that affects one or more workers. അതെന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ ചില വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഒരാളെ ഒക്കെ ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യുന്ന കംപ്ലൈന്റ്സ്, ഒരു പരാതി, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കാം. ഒരു കംപ്ലൈന്റ് ഒരു ഗ്രീവൻസ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when it is brought into the notice of the management. അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പരാതികളും എംപ്ലോയീസിന് ഉണ്ടാകുമ്പോൾ അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ it constitutes a grievance. അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കുക. മാനേജ്മെന്റിന്റെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If we have some complaint, it should be brought to the notice of management. ഇപ്പൊ നമുക്ക് എംപ്ലോയീസിന്റെ ഇടയിൽ എന്താ പറയാ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മറ്റു പലതരത്തിലുള്ള എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന റൂൾസുമായിട്ട് ബന്ധപ്പെട്ടോ അവർ തരുന്ന ടാസ്കുകളുമായി ബന്ധപ്പെട്ടോ പലപ്പോഴും എപ്പോഴും സ്മൂത്ത് ആവണം നിർബന്ധമില്ല അല്ലെ. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. എന്തെങ്കിലും ചെറിയ ഒരു നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു, അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ നമുക്കൊരു
ഇത് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങള് ചിലപ്പോ മാനേജ്മെന്റ് അത് ചിലപ്പോ അത്രയും നമ്മുടെ ആഴത്തിൽ ചിന്തിക്കാതെ ആയിരിക്കും ചിലപ്പോ അത്തരം കാര്യങ്ങൾ അത്തരം പോളിസീസോ അല്ലെങ്കിൽ റെഗുലേഷൻസോ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അങ്ങനെയുള്ള ഒരു പരാതികൾ അത് നമ്മളെ നെഗറ്റീവായിട്ടാണ് എംപ്ലോയീസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയപ്പെടുത്തണം. ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് അതെ. അപ്പൊ നമ്മൾ അവരുടെ നോട്ടീസിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊരു ഗ്രീവാൻസ് ആയി മാറുന്നു. ഈ ഗ്രീവാൻസ് നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നത്? ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് മുക്കിലും മൂലയിലും നിന്ന് പരസ്പരം അങ്ങോട്ട് കൊണ്ട് പറഞ്ഞത് കൊണ്ട് ശരിയാവോ? എന്നിട്ട് എങ്ങനെയെങ്കിലും മാനേജ്മെന്റിന്റെ അടുത്ത് എത്തട്ടെ എന്നാണോ? അങ്ങനെയല്ല. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത്തരം കംപ്ലൈന്റുകൾ ദേ ഷുഡ് ബി റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കിയ പരാതിയായിട്ട് എഴുതി മറ്റുള്ളവരൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഗ്രീവാൻസ് വിളിക്കുക. ഏതെങ്കിലും രീതിയിൽ മോശമായ രീതിയിൽ എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ പ്രവർത്തികളോ അവർക്ക് അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ആസ് എ ഡോക്യുമെന്റ്. അതൊരു കംപ്ലൈന്റ് പരാതിയായിട്ട് ഇങ്ങനെ എഴുതി തയ്യാറാക്കി ആരൊക്കെയാണോ അതിനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകൾ അവരൊക്കെ സൈൻ ചെയ്തിട്ട് ഫയൽ ചെയ്യാം മാനേജ്മെന്റിന്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രീവാൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് ഗ്രീവാൻസ് എന്ന് മനസ്സിലായോ? നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഫസ്റ്റും തേർഡും സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ഒന്നും മൂന്നും ആണ്, രണ്ടില്ല. ഒന്നാമത്തെ അണ്ടർലൈൻ ചെയ്യാം എംപ്ലോയി ഗ്രീവൻസിൽ, മൂന്നാമത്തെയും അണ്ടർലൈൻ ചെയ്യാം റിട്ടേൺ കംപ്ലൈന്റ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. Now let's see what are the causes of grievance. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഗ്രീവൻസ് ഉണ്ടാകാൻ സാധ്യത? പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ചില കോമൺ ആയിട്ടുള്ള ഗ്രീവൻസിന്റെ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിപ്പിക്കൽ ആയിട്ടുള്ള ചില ഗ്രീവൻസുകൾ. ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കോമൺ ജനറൽ ആയിട്ടുള്ള കുറെ ഗ്രീവൻസുകളുടെ റീസൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിഗാർഡിംഗ് വേജസ്, ചിലപ്പോൾ അവരുടെ കൂലിയെ സംബന്ധിച്ച് അല്ലെ, അവർക്ക് കിട്ടുന്ന വേജസ്. ചിലപ്പോ അവരെ ജോയിൻ ചെയ്തപ്പോ ഇത്ര വേജസ് തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കൂലി തരാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര സാലറി തരാം എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രയും കിട്ടുന്നില്ല. സോ ദേ മൈറ്റ് ഹാവ് സം കംപ്ലൈന്റ്സ്. അത് കൃത്യമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കിട്ടി, പിന്നത്തെ മാസങ്ങളിൽ എന്തൊക്കെയോ പല പല കാര്യങ്ങൾ കൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും പരാതികൾ ഉണ്ടായിരിക്കും. സോ അതെന്ത് ചെയ്യണം? അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഞങ്ങളോട് ഇത്രയാണ് പറയുന്നത്, പക്ഷെ ചെയ്യില്ല. ഓക്കെ, അത് അവരുടെ കംപ്ലൈന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് വിളിക്കുക. അത് കാരണമാകാം. പിന്നെ റിഗാർഡിംഗ് സൂപ്പർവിഷൻ, അവർ ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ സമയവും നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വന്നു മാനേജ്മെന്റിന് എപ്പോഴും നോക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സൂപ്പർവൈസേഴ്സ്. എല്ലാ ഓർഗനൈസേഷനിലും സൂപ്പർവൈസർമാരുണ്ടായിരിക്കും. ഓരോ ഫ്ലോറിലൊക്കെ സൂപ്പർവൈസർ ഉണ്ടാവും. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ മൾട്ടി സ്റ്റോറീഡ് ആണ്. ഒരുപാട് ബഹുനില കെട്ടിടങ്ങളിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഒരാളിനെ ഓടിക്കാനൊന്നും പറ്റില്ല എല്ലാ നേരവും. അപ്പൊ അവിടെ ഓരോ ഫ്ലോറിനെയും നിയന്ത്രിക്കുന്ന അവിടുത്തെ ജോലികൾക്ക് കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഈ സൂപ്പർവൈഷൻ നല്ല രീതിയിലല്ലെങ്കിലും പരാതികൾ ഉണ്ടാവും എംപ്ലോയീസിന്. കാരണം അവർ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ ചില ആളുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അവരുടെ ടൈമിങ്ങിന് അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നു. ചില ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അവിടെ ഇവിടേക്ക് നിന്ന് ചിലപ്പോൾ രാവിലെ തന്നെ വന്നതല്ലേ, കുറച്ച് വിശേഷമൊക്കെ ഇന്നലെ ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ വീട്ടിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ചിലപ്പോൾ അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അവിടെ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നു. ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആക്കിയിട്ടായിരിക്കും പിന്നെ ജോലിയിലേക്ക് തിരിച്ചു വരിക. അപ്പൊ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ അത്തരം സൂപ്പർവിഷൻസിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികൾ ഉണ്ടാവും. നമ്മൾ കുറെ പേര് എന്താ പറയാ കുറെ ജോലി നന്നായി ചെയ്യുന്നു, കുറെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അവരവരെ തോന്നി ഇഷ്ടം പോലെ ചെയ്യുന്നു. ഉണ്ടാവൂലേ? എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഉണ്ടാവൂലേ? കുശുമ്പെന്ന് പറയുന്ന ഒരു സാധനം പോലെ ഉണ്ടാവൂലേ? ഇല്ലാന്നാണ്. നിങ്ങളുടെ നാട്ടുകാരൊക്കെ അങ്ങനത്തെ ആളുകളാണ്, നല്ലവരാണ്, അതുകൊണ്ട് ഉണ്ടാവില്ല. എന്താ പറയ് ഇടയ്ക്ക് യെസ് ഓർണോ? ഉണ്ട്, എന്താ അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം ഒക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും ഇതൊക്കെ. അപ്പൊ അവർക്ക് പരാതികൾ തോന്നും. അപ്പൊ സൂപ്പർവിഷൻ മര്യാദയും നടക്കുന്നില്ല. മാനേജ്മെന്റ് ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരുടെ സൂപ്പർവിഷൻ കണ്ടില്ല എന്നിരിക്കുന്നു. ചിലപ്പോൾ ഈ ആൾക്ക് ചിലപ്പോൾ ഇച്ചിരി എന്താ പറയാ ബന്ധം കൂടുതലുള്ള ആളുകളാണെങ്കിലോ അത് അങ്ങനെയൊക്കെയുള്ള പരാതികൾ. ഓക്കെ, then regarding individual advancement, ഇനി വ്യക്തിപരമായിട്ട് ഒരു വളർച്ചയ്ക്ക് സാധ്യതയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത്ര ക്വാളിഫൈഡ് ആണ്, എനിക്ക് ഇതല്ല ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യാനുള്ള എന്താ പറയാ കഴിവ് എനിക്കുണ്ട്, പക്ഷെ അത് മാനേജ്മെന്റ് കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. വന്നപ്പോ തുടങ്ങി എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അപ്പൊ എനിക്ക് അഡ്വാൻസ്മെന്റിനുള്ള സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് മാനേജ്മെന്റ് കൊടുക്കുന്നില്ല എങ്കിൽ അപ്പോഴും എംപ്ലോയീസിന് പരാതികൾ ഉണ്ടാക്കും. അതും ഗ്രീവാൻസിന്റെ കാര്യം തന്നെയാണ്.
ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളും ഒരു വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളെ ജോലി ചെയ്യാൻ കൊണ്ടുവന്നിരുത്തിയിട്ട് അവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ, ഒരു ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. നമുക്കറിയാം, അത്യാവശ്യം ഒരു രാവിലെ 9 മണിക്ക് വരുന്നു, വൈകുന്നേരം 5 മണി വരെ ഒരു ജോലി സ്ഥാപനത്തിൽ ചെലവഴിക്കുന്ന ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ബീങ്സ് അല്ലെ, മനുഷ്യന്മാരാണ്. എംപ്ലോയീസ് എന്നതിനേക്കാൾ ഒരു മനുഷ്യരാണ്. മനുഷ്യർക്ക് കുറെ ബേസിക് നീഡ്സ് ഉണ്ട്, ഒരു വാഷ്റൂം അല്ലെ, ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് അല്ലെ, ഹൈജീനിക് ആയിരിക്കുന്ന സ്ഥലങ്ങള്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിട്ട് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും വൃത്തിയാക്കണം. അതും മാനേജ്മെന്റ് കാശ് കൊടുത്ത ആൾക്കാരെ നിർത്തണം. അപ്പൊ അത്തരം വർക്കിംഗ് കണ്ടീഷൻസിലൊക്കെ പോരായ്മകൾ ഉണ്ടാകുമ്പോഴും ഗ്രീവൻസ് among the employees. And the next one, collective bargaining. കൂട്ടായിട്ടുള്ള ചില ബാർഗെയിനിങ്, വിലപേശൽ. ഇവിടെ എന്തിനാ വിലപേശുന്നതാണ്? വിലപേശൽ സാധാരണ നമ്മള് കടയിൽ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് എന്താ പറയാ, ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചില സാധനങ്ങൾക്കൊക്കെയാണ് നമ്മൾ വിലപേശ അല്ലെ. ബിസിനസ് ഓർഗനൈസേഷനിൽ വിലപേശ എന്തിനായിരിക്കാം? അവരുടെ സാലറി, വേജസ്, മറ്റേതെങ്കിലും കാര്യങ്ങൾ, ബോണസോ അല്ലെങ്കിൽ മറ്റ് PF തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അതില്ല, സാലറീസ് തരാമെന്ന് പറഞ്ഞു അതില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള വിലപേശലാണ്, അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സോ ദീസ് ആർ ദ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള ഗ്രീവൻസുകളുടെ റീസൺസ് ആണ് പറഞ്ഞത്. റിഗാർഡിംഗ് വേജസ്, regarding supervision, regarding advancement of individuals, regarding general conditions and working conditions, and also collective bargaining. മനസ്സിലായോ? സോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരം ഗ്രീവാൻസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഗ്രീവാൻസുകളൊക്കെ സോൾവ് ചെയ്യാൻ ഒരു മെഷീനറി ഉണ്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും. ഇറ്റ് ഇസ് കോൾഡ് ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി. അതിനെയാണ് നമ്മള് ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്ന് പറയും. അതെ, ഇങ്ങനെ എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികളും പരിഭവങ്ങളും, ഇപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതലാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ പരാതികളും പരിഭവങ്ങളും പരസ്പരമുള്ള ചില എന്താ പറയാ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് കൃത്യമായി പരിഹരിക്കണം. അത് പരിഹരിച്ചില്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയോ? അത് വലിയ 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 ഇഷ്യൂസിലേക്ക് പോകും. കാരണം ഇപ്പൊ നമുക്ക് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പക്ഷെ മാനേജ്മെന്റ് ഇഫ് ദേ ആർ നോട്ട് ടേക്കിംഗ് സം എന്താ പറയാ, ഇഫ് ദേ ആർ ഹാൻഡ്ലിംഗ് ഇറ്റ് വെൽ, അവരത് വളരെ നല്ല രീതിയിലുള്ള അതിനെ കൈകാര്യം ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ടുള്ള അത്തരം ഇഷ്യൂസ് അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ദേ ആർ നോട്ട് കെയറിംഗ് ഇറ്റ്, അതിനെ കെയർ ചെയ്യുന്നില്ല, അതിനെ സോൾവ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ മനസ്സിൽ അങ്ങനെ കിടക്കും. എന്ത് നമ്മൾ ഇത് നമ്മൾ എത്ര പ്രാവശ്യം അറിയിച്ചതാ, അവരതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ എങ്ങനെ എന്നിട്ട് അതിന്റെ എന്താ പറയാ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമെന്ന് അറിയോ? നമ്മളുടെ വർക്ക് പെർഫോമൻസ് നമ്മൾ കുറയ്ക്കും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും കണക്കിലെടുത്തില്ല, നമ്മളെ കെയർ ചെയ്തില്ല. അപ്പൊ വൈ ഷുഡ് ഐ വർക്ക് ലൈക്ക് ദിസ്? ഇതിനു വേണ്ടി നമ്മൾ എന്തിനാ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇത്രയും കിടന്ന് പണി നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്ര കമ്മിറ്റ്മെന്റ് എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കും അല്ലെ. അപ്പൊ പെർഫോമൻസ് ലെവൽ ആളുകളുടെ എംപ്ലോയീസിന്റെ കുറയും. സോ ദാറ്റ് ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി ഓർഗനൈസേഷൻസിൽ ഉള്ള ഈ ഒരു സാധനം GRM, ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത് എന്താ പറയാ ഇതുപോലെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ്, ഡിസ്അഗ്രിമെന്റ് അല്ലെ, മാനേജ്മെന്റും ലേബറേഴ്സും തമ്മിലുള്ളതൊക്കെ എന്താ പറയാ വളരെ നന്നായിട്ട് സോൾവ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ അത് വലിയ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകളിലേക്കും അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്റ്റുകളിലേക്കും അത് നയിക്കും. സോ ദാറ്റ് വാസ് ദ കൺക്ലൂഷൻ. അതാണ് നമ്മളുടെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു അല്ലെ. അപ്പൊ അത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സുകളെ മൊത്തത്തിൽ മാനേജ് ചെയ്യണം. സോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളുമായിട്ട് ഒരു ഓർഗനൈസേഷനിലും കീഴിൽ വന്ന് ജോലി ചെയ്യുന്നവർക്ക് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, ഡിഫറെന്റ് ട്രേറ്റ്സ് ആണുള്ളത്, ഡിഫറെന്റ് ബിഹേവിയറൽ പാറ്റേൺ ആണുള്ളത്. സോ ഇവരൊക്കെ ഒരുമിച്ച് ഐക്യത്തോടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോസസ് ഓഫ് ഗ്രീവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റും ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ് കേട്ടോ, കൺക്ലൂഡ് ചെയ്ത ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിരിക്കുക.
and we are moving to the next chapter in the same module. Okay, ഇനി പഠിക്കാനുള്ളത് ഇതേ മൊഡ്യൂളിനകത്ത് അടുത്ത ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ലാസ്റ്റത്തെ മൊഡ്യൂളിലും ഒരു ചാപ്റ്റർ കൂടി ഉണ്ടിട്ട് നമുക്ക് അതുകൊണ്ട് ഞാൻ ഇച്ചിരി വേഗമൊന്നുമില്ല പോവാണ്. ഓക്കെ, മൂവിങ് ടു ദാറ്റ്. നമുക്ക് 18 മിനിറ്റ് ബാക്കിയുണ്ട്, വെറുതെ നമ്മൾ കളയുന്നല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, മെഡിക്കൽ റെക്കോർഡ്സ്. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ ചാപ്റ്റർ? ചോദിക്കട്ടെ. ചാപ്റ്ററുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടേ ക്ലാഷ് ഒന്നും വരാൻ പാടില്ല. ആരെങ്കിലും എടുത്തോ ഈ ചാപ്റ്റർ? ഇനി ആരെങ്കിലും എടുക്കാമെന്നാ പറഞ്ഞേക്കുന്നത് ഷബീസ് എടുത്തിട്ടുണ്ട് കേട്ടാ, അതുകൂടി ഒന്ന് ഓർത്തിട്ടേക്ക. ഈ ചാപ്റ്റർ എന്റേതാണെന്നാണ് എനിക്ക് തോന്നണേ, ഞാൻ അതാണ് വിചാരിച്ചിരുന്നത്, അറിയില്ല. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഇനി ആരെങ്കിലും വന്നാലേ ഇത് ഏതായാലും ടീച്ചർ എടുക്കുന്നു പറഞ്ഞേക്കാം. ദാറ്റ്സ് ഓൾ. ആരെങ്കിലും എടുക്കാൻ പറ്റാവുന്ന വേറെ ചാപ്റ്റർ എടുത്തോട്ടെ. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അടുത്ത ചാപ്റ്റർ. മെഡിക്കൽ റെക്കോർഡ്സ്. വാട്ട് യു മീൻ ബൈ റെക്കോർഡ്സ്? റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോൾ അതിന് എവിടെയെങ്കിലും എന്താ പറയാ ഓർക്കുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കിയോ സേവ് ചെയ്തോ ഒക്കെ വെക്കുക. പണ്ടൊക്കെ മാനുവൽ ആയിട്ടാണ് എല്ലാ റെക്കോർഡുകളും തയ്യാറാക്കി വെച്ചിരുന്നത്, മാനുവൽ ആയിട്ട് അല്ലെ? പണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഒരു 10, 35, 40 വർഷമൊക്കെ മുമ്പ് നോക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തിനെയും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ പെൻസിലോ പേനയൊക്കെ ഉപയോഗിച്ച് പേപ്പറിനകത്തൊക്കെ എഴുതും. അതിനേക്കാൾ കുറെ നാളുകൾ മുമ്പുള്ള കാര്യങ്ങള്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് സോഷ്യലിലും മറ്റൊക്കെ പഠിച്ചു കേട്ടിട്ടുണ്ട് അല്ലെ? പണ്ടാത്ത ആൾക്കാര് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റോൺസ്, അതുപോലെ തന്നെ എന്താ ക്ലേനൊക്കെ ഉണക്കിയിട്ട് അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ എഴുതി തയ്യാറാക്കിയൊക്കെ അങ്ങനെ ഒരുപാട് രീതിയൊക്കെ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ന് പല കാര്യങ്ങളും നെക്സ്റ്റ് ജനറേഷനും അല്ലെങ്കിൽ പല ആളുകളിലേക്കും ഇനി അടുത്ത ജനറേഷനിലേക്ക് പകരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇതുപോലെ റെക്കോർഡുകളായിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രീതികൾ മാറി. ആസ് ദ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡെവലപ്മെന്റ് ഇൻ ടെക്നോളജി. ടെക്നോളജിയിൽ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലകളിലൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ, നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഹോസ്പിറ്റൽസിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്നെ നമ്മൾ ആദ്യം ചെല്ലുന്നത് രജിസ്ട്രേഷൻ കൗണ്ടറിലാണ്. മീൻസ് ചീട്ട് എഴുതാനായിട്ടേ. അപ്പൊ ചീട്ട് എഴുതാൻ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ നിൽക്കുക. നമുക്ക് നിൽക്കുമ്പോ അമ്മയുടെ അച്ഛൻ്റെ കൈ പിടിച്ചൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോ ഇങ്ങനെ കാണും കുറെ റാക്സിൽ കുറെ ഇങ്ങനെ കുറെ എന്താ പറയാ ഫയൽസ് ആയിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ കോളമുള്ള റാക്സ് ആയിട്ട് അല്ലെ? ഇതിനകത്തൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ്. ആ ഹോസ്പിറ്റൽസിൽ വരുന്നു പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത്തരം റാക്സിൽ ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അത്ര വലിയ രീതിയിലുള്ള കെട്ടുകളും അതുപോലെ എന്താ പറയാ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഫയലുകളോ ഒന്നും നമുക്ക് കാണാനില്ല. അതൊക്കെ ഈ ടെക്നോളജിയിൽ ഉണ്ടായ വർധനവ് തന്നെയാണ്. പക്ഷെ എങ്ങനെയൊക്കെയാണെന്നാലും റെക്കോർഡുകൾ തന്നെയാണ്. ഇറ്റ് ഈസ് ഫോർ ദ ഇൻഫോർമേഷൻ ഇൻ ഫ്യൂച്ചർ. നമ്മൾക്ക് ഭാവിയിലേക്കുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ് പല റെക്കോർഡുകളും നമ്മൾ സൂക്ഷിക്കുക. നമുക്കറിയാം ഈ നെക്സ്റ്റ് മൊമെന്റിൽ വാട്ട് വിൽ ഹാപ്പൻ നമുക്കറിയില്ല. അടുത്ത മൊമെന്റിൽ എന്താ ഉണ്ടാകുക എന്നറിയില്ല. അടുത്ത മൊമെന്റിൽ പല കാര്യങ്ങളും ഉണ്ടാകാം. അത് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ പ്രത്യേകിച്ചും അടുത്ത മൊമെന്റിൽ നമ്മളൊരു രോഗിയെ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ചികിത്സിക്കുകയാണ്. അപ്പോ ചികിത്സയുടെ ഇടയിൽ നമ്മൾ പല ന്യൂസുകളും പല വീഡിയോസും ഒക്കെ കേട്ടോ കണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലെ? പല എന്താ പറയാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുപോയ രോഗി എന്താ പറയാ വളരെ കോമ സ്റ്റേജിലേക്ക് പോയി, ചിലർ മരിച്ചു എന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പറയാറുണ്ട്, പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ കണ്ടവർ അല്ലെങ്കിൽ സ്വയം എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കും, നമ്മുടെ സ്വന്തക്കാരോ അങ്ങനെയൊക്കെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അതിനൊരു പ്രൂഫ് ഫ്യൂച്ചറിൽ നമുക്ക് അതിനൊരു ഇൻഫോർമേഷൻ ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രൂഫുകളും ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഹോസ്പിറ്റൽസിലും അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് ആണ് വിച്ച് ഈസ് റിലേറ്റഡ് ടു പേഷ്യൻസ്. പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളാണ് ഇതെല്ലാം. പേഷ്യൻസ് ആരാണ്, എന്താണ്, എന്തിനാണ്, എവിടെയാണ്, എപ്പോഴാണ് പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ റെക്കോർഡുകളിൽ ഇതൊക്കെയാ സൂചിപ്പിക്കുന്നത്. ആരാണ്, ആളുടെ പേര്, എന്താണ്, ആൾക്ക് എന്താണ് രോഗം, എവിടെന്നാ വരുന്നത്, എന്തിനാ വന്നത്, എന്താ എപ്പോഴാ വന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. വേണ്ടേ? മെഡിക്കൽ റെക്കോർഡ്സ് എന്തൊക്കെയാണ്?
അല്ലാണ്ട് മെഡിക്കൽ റെക്കോർഡ്സിൽ പേഷ്യന്റിന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളോ അതൊന്നും ഇവിടെ ആവശ്യമില്ല. ആ വരുന്ന പേഷ്യന്റിന്റെ പേരും വയസ്സും അതുപോലെ തന്നെ ആൾ ആരാണ് എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ വീടിന്റെ അഡ്രസ് വേണ്ടി വരും. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് ആണ്, പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ അതിനെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വാങ്ങിച്ചു വെച്ചാലാണ് ഫ്യൂച്ചർ റെഫറൻസിന് പിന്നീട് ഉപയോഗിക്കാനായിട്ട്. പല കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. ചിലപ്പോ ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യുന്ന ചില കേസസ് ഒക്കെ ഹോസ്പിറ്റൽസിൽ വരാറുണ്ട്. അബദ്ധങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ രോഗിനെ എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്നായിരിക്കും രോഗത്തിന്റെ അവസ്ഥ മുഖിച്ചതും ചിലപ്പോൾ മരണത്തിലേക്കൊക്കെ പോകുന്നത്. അല്ലാതെ എല്ലാത്തിനും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരിൽ കുറ്റം ചുമത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം അത് തന്നെയല്ല. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണം? അതിന്റെ പ്രൂഫ് വേണം. നമ്മൾ ഇന്ന മരുന്നാ കൊടുത്തത്, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് അത് കാണിക്കാൻ, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതൊക്കെ കാണിക്കാൻ അതും നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്നത്തെ മെഡിക്കൽ റെക്കോർഡ്സ് അത്യാവശ്യമാണ്. മെഡിക്കൽ റെക്കോർഡ്സ് ഫ്യൂച്ചർ റെഫറൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് കുറെ പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ നമ്മുടെ പോയിന്റ്? യെസ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡാണ്. ലീഗൽ റെക്കോർഡാണ്, നിയമപരമായതാണ്. കാരണം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീക്കുമ്പോൾ ഇതൊരു പ്രൂഫ് ഓർ എവിഡൻസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിളില് ഇപ്പൊ സംതിങ് ഹാപ്പൻസ് ടു ദ പേഷ്യൻസ് ലൈക്ക് ഡെത്ത് ഓർ ടു എ കോമ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന പേഷ്യന്റ്, അത് എന്തുകൊണ്ട് അങ്ങനെയായി? അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് റെക്കോർഡ്സ് നോക്കണം. എന്ത് മരുന്നാ കൊടുത്തത്, എന്ത് ഇഞ്ചക്ഷനാ പ്രൊവൈഡ് ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു കൊടുത്തത്, അത് എന്തുകൊണ്ടാണ് മരിച്ചു, അല്ലെങ്കിൽ എന്ത്. അപ്പൊ അത് ലീഗലായിട്ട് അന്വേഷണത്തിന് ആളുകൾ വരുമ്പോ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മെഡിക്കൽ റെക്കോർഡിൽ എന്താണ്? ഒരു ലീഗൽ റെക്കോർഡാണ്. ഇനി മെഡിക്കൽ റെക്കോർഡ് ആർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ദ പേഷ്യൻസിന് വേണ്ടി മാത്രമല്ല ഇത് തയ്യാറാക്കുന്നത്. ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ്, ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ആ റെക്കോർഡുകളിലുള്ള കാര്യങ്ങളായിരിക്കും പേഷ്യൻസിന് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ ഹോസ്പിറ്റൽസിന്റെ എഗെയിൻസ്റ്റ് ഇതുപോലെയുള്ള ചില റൂമേഴ്സ് ഒക്കെ, ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണ്, അവിടുത്തെ ജോലിക്കാരുടെ അനാസ്ഥയാണ്, അവർ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് രോഗിക്ക് ഇങ്ങനെ വന്നേ എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈന്റുകളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതിന് അവരെ ഫേവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് ഫേവർ ചെയ്യുന്നത് പേഷ്യൻസിനെയും കൺസൾട്ടൻസിനെയും ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും ആൻഡ് ഓൾസോ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന കുറെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3 മനസ്സിലായോ? യെസ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ ക്ലോസേഴ്സ് ഒക്കെയാണ് നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ റെക്കോർഡ്സിൽ ഉണ്ടാകുക. ദാറ്റ് മീൻസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഹാവ് ടു ബി കെപ്റ്റ്. അത് നിയമമാണ്. ഹോസ്പിറ്റലിന് ഒരു നിയമം അനുസരിച്ച് നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽസിന്റെ അക്രഡിറ്റേഷനും ലാബൊക്കെ പ്രകാരമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആ സ്റ്റാൻഡേർഡ്, ആ ഒരു നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? അതിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ അതിന്റെ കണ്ടന്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് അയക്കണം അല്ലെ. കണ്ടന്റിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആരിൽ നിന്നൊക്കെയാണ്, ഏതൊക്കെ പേഷ്യൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങിച്ച് അതൊക്കെ കീപ്പ് ചെയ്യുക. അതിനൊക്കെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ. അതൊരു ഹോസ്പിറ്റലിന്റെ പ്രിൻസിപ്പിൾ ആണ്, ഒരു തത്വം തന്നെയാണ്. ടു മെയിൻറ്റെയിൻ ദ ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ് ആസ് ലീഗൽ റെക്കോർഡ്. ലീഗൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും അതിനകത്ത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ്. ദെൻ ഹോസ്പിറ്റൽ എന്താ ചെയ്യുക? ഈ മെഡിക്കൽ റെക്കോർഡുകൾ എല്ലാം തന്നെ ഇറ്റ് വിൽ ബി പുട്ട് ടുഗദർ. പല നമുക്കറിയാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ നമ്മളുടെ റെക്കോർഡ് എവിടെ വരിക എന്ന് പറയാമോ? ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നു, ഒരു എന്തെങ്കിലും ഒരു അസുഖം ആദ്യമായിട്ട് ഒരാള് ഹോസ്പിറ്റലിൽ പോകണം. സോ അവർ ഫസ്റ്റ് റെക്കോർഡ് വിൽ ബി മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ്. ആരായിരിക്കും ആദ്യത്തെ റെക്കോർഡ് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പറയാമോ?
ആരായിരിക്കും? യെസ്, രജിസ്ട്രേഷൻ. അത് തന്നെ, കറക്റ്റ് ആണ്. നമ്മുടെ ചീട്ട് എഴുതുന്ന സ്ഥലത്താണ് ആദ്യത്തെ റെക്കോർഡ് വരുന്നത്. ഇനി അവിടെ പോയി അവിടുത്തെ റെക്കോർഡ് കഴിഞ്ഞു, നമ്മൾ പേര് പറഞ്ഞു, നമ്മുടെ വയസ്സ് പറഞ്ഞു, നമ്മുടെ വീട്ടുപേര് ചോദിക്കും, സ്ഥലത്തിന്റെ പേര് ചോദിക്കും, പിന്നെ എന്താ പറയാ, അങ്ങനെ ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചീട്ട് തരും അല്ലെ, ഒരു നമ്പറൊക്കെ ഉള്ള ചീട്ട്, ഇതിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ആ ചീട്ട് തരും, അതുമായിട്ട് നമ്മൾ അതിന്റെ നമ്മുടെ ഏത് ഡോക്ടറെ കാണാം, ഇന്ന സ്ഥലത്താണ്. അപ്പൊ സോ യു ഹാവ് ടു വെയിറ്റ്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. അവിടെ നെക്സ്റ്റ് നമ്മുടെ റെക്കോർഡ് വരുന്നത് എവിടെയാണ്? After when we are going for the consultation with a physician or a specialized doctor. നമ്മൾ കൺസൾട്ടേഷൻ പോകുന്നു, ചിലപ്പോൾ ഫിസിഷ്യൻ ആയിരിക്കും കാണാം, അല്ലെങ്കിൽ കൺസൾട്ടിങ് മറ്റ് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആയിരിക്കും, അവിടെ പോകുന്നു. അപ്പൊ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പിന്നെ അടുത്തത് ഡോക്ടറുടേതായിട്ടുള്ള രീതിയിൽ ആ ചാർട്ട് നമ്മളുടെ അപ്പോഴേക്കും ഒരു ചാർട്ടിൽ പേരൊക്കെ എഴുതി കൊടുക്കും. നമ്മൾ ചീട്ട് വരുമ്പോ ആ ചീട്ടില് നമ്മളുടെ അനുസരിച്ച് പേരും നമ്മുടെ വയസ്സും ഇതൊക്കെ മുകളിൽ എഴുതിയിട്ട് ഒരു ചാർട്ട് അവിടെ കൊണ്ടുകൊടുക്കും അല്ലെ, ഫയലൊക്കെ വെച്ചിട്ട്. ഇനി അതിനകത്താണ് ഡോക്ടർ ചെയ്ത പ്രിസ്ക്രൈബ് ചെയ്യും മരുന്ന്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവിടെയും റെക്കോർഡ് വരും അല്ലെ. അപ്പൊ എന്തൊക്കെ മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, സോ ഇറ്റ് റെക്കോർഡ്. ഇന്ന പേഷ്യന്റിന് ഇന്ന മരുന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ അവിടെയും റെക്കോർഡ് വരും. സോ ഇനി നമ്മളോട് പറയാറ് എന്താ പറയാ, നിങ്ങൾക്ക് അസുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ രോഗം എന്താണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഡോക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഡോക്ടർ മേ സജസ്റ്റ് ഫോർ എ ടെസ്റ്റ്, യൂറിനോ അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറയാമെന്ന് വിചാരിക്കാം. സോ വി ഹാവ് ടു ഗോ ടു ദാറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലാബിൽ പോകണം. അവിടെയും വരും, അവിടെയും നമ്മുടെ റെക്കോർഡ് ചെയ്യും. സോ ഒരു ഹോസ്പിറ്റലില് പല വിഭാഗങ്ങളിലും ഒരു പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയാ, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഷ്യന്റിന്റെ നേട്ടത്തിന് വേണ്ടിയും മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് നമുക്കൊരു ഗൈഡാണ് ആ ഒരു രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആൻഡ് ഓൾസോ ഫോർ ദയർ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്കെടുപ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് ആ സമയത്തും ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഫിസിഷ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ഇന്ന മരുന്നൊക്കെയാണ് കൊടുത്തത്. ഈ മരുന്നുകളൊന്നും തന്നെ എന്താ പറയാ, മോശമായ മരുന്നല്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായില്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. ഹോസ്പിറ്റൽസ് പേഷ്യൻസിനെ എന്താ പറയാ, when we are entering to a hospital there will be created an implied contract. Implied contract എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ പരോക്ഷമായ ഒരു കരാറാണ്. എക്സ്പ്രസ്ഡ് കോൺട്രാക്ടുകൾ രണ്ട് രീതിയിലുണ്ട് കേട്ടോ, എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കോൺട്രാക്ട്. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു തുണിക്കടയിൽ ചെല്ലുന്നു, എന്താ പറയുക, ഞാൻ തുണിക്കടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും തുണി വാങ്ങിക്കണം. അപ്പൊ ചിലപ്പോ സാരിയോ അല്ലെങ്കിൽ ഉടുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം. തുണിക്കടയിൽ ചെന്നിട്ട് നമ്മൾ അത് എന്ത് സാധനമാണെന്ന് എക്സ്പ്രസ് ചെയ്യണം. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ അവരോട് പറയണം അല്ലെ, വേണ്ടേ? എന്നാലും അവർക്ക് എടുത്തു തരാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അത് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു എക്സ്പ്രസ് എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു, അവരതനുസരിച്ച് എനിക്ക് എടുത്തു തരുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു, പോരുന്നു. ആ ഒരു കോൺട്രാക്ട് അവിടെ അവസാനിക്കുന്നത് എന്താ പറയാ, നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കാര്യം എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് കാണും. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്ക് അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട്, പരോക്ഷമായ ഒരു കോൺട്രാക്ട് ആണ് അവിടെ. ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് ആ രോഗിക്ക് അവിടെ ചികിത്സ കിട്ടാനാണ്, വേറൊരു സാധനം വാങ്ങിക്കാനല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബസ്സിൽ കയറുന്നു, കുറച്ചുകൂടി നല്ലൊരു എക്സാമ്പിൾ അതാണ്. ബസ്സിൽ കയറാണ്. ബസ്സിൽ കയറി എന്താ, നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാ നമ്മൾ എന്ത് ചെയ്യുന്നു? ടിക്കറ്റ് എടുക്കണം. അപ്പൊ ടിക്കറ്റ് കൊടുത്ത് ആളെ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബസ് ഓണേഴ്സ് ആൻഡ് ദ ട്രാവലർ അല്ലെ, ആളുടെ ജോലി അല്ലെ സോറി യാത്ര ചെയ്യുന്ന ആളും ബസ്സുകാരും തമ്മിലുള്ള കോൺട്രാക്ട്. ഇയാളെ ആ തന്നിരിക്കുന്ന പൈസക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്.
അല്ലെ? അപ്പൊ അങ്ങനെ ഇവിടെ ഹോസ്പിറ്റൽസിലും ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ് when a patient enters into a hospital, ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ. കാരണം they have to provide their care and treatment to that particular patient. ആ പേഷ്യന്റിന് എന്ത് ചെയ്യണം? ആവശ്യമായ കെയറിങ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക എന്നുള്ള ഒരു പരോക്ഷമായ ഒരു കോൺട്രാക്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ഹോസ്പിറ്റൽസും അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് അനുസരിച്ച്. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സമയത്തിനനുസരിച്ച്. ഇപ്പൊ രാവിലെ 10 മണിക്ക് ഒരു പേഷ്യന്റ് വന്നു, ആളുടെ സമയം ഇന്ന ആളുടെ സമയത്ത് വന്നു, ആളുടെ പേരും വയസ്സും ഇതൊക്കെ ഒരു ബുക്കില്, അല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉണ്ട്, അതിനകത്തേക്ക് അടുത്ത 10:05 അടുത്ത ആൾ വരുന്നു, ആളുടെ നമ്പർ രണ്ടാമത്തെ ഇട്ടുന്നു, 10:05 ആളെത്തിയ. അപ്പൊ ക്രോണോളജിക്കലാണ്. ആ കൃത്യമായ സമയ ക്രമത്തിൽ തന്നെ ആ പേഷ്യൻസിന്റെ പേരുകളും മറ്റൊക്കെ റെക്കോർഡ് ചെയ്യുക. അതായത് ചെയ്യുന്നത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ജോലിക്കാര് അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലാക്കി? ഇതെല്ലാം പേഷ്യൻസിന്റെ റെക്കോർഡുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ. ബിഫോർ സ്റ്റഡിങ് ദിസ് ചാപ്റ്റർ, നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുന്നതിന് മുമ്പ് മെഡിക്കൽ റെക്കോർഡുകൾ എന്താണ്, എന്തിനാണ്, ഏത് രീതിയിലാണ് ഇത് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റുകൾ നമുക്ക് തന്നിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? ഒരു 6 പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാൻ പോകുന്നുള്ളൂ. ഈ 6 പോയിന്റുകളിൽ എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാം. അതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പെട്ടെന്ന് 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? വായിച്ചല്ലോ? അതില് രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ഇറ്റ് എന്ന് പറഞ്ഞല്ലോ പഠിക്കേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ലീഗൽ റെക്കോർഡ്. അങ്ങനെ പഠിക്കണേ. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ് എന്ന് പറഞ്ഞല്ല പഠിക്കേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ലീഗൽ റെക്കോർഡ് എന്ന് പഠിക്കണം. മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. രണ്ടാമത്തെയും മൂന്നാമത്തെയും സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ആറാമത്തെ പോയിന്റ് കേട്ടോ. ആറാമത്തെ പോയിന്റില് when the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of a patient. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ 2, 3, 6. ആറാമത്തെ പോയിന്റില് ഫസ്റ്റ് സെന്റൻസ് മാത്രം. അണ്ടർലൈൻ ചെയ്തോ? യെസ്, നിർത്താണ്. അടുത്ത ദിവസം നമുക്ക് അടുത്ത ഹെഡിങ്ങിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കാം. മറ്റേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കിയും അതുപോലെ ഇന്ന് പഠിച്ച മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ ഒരു സെന്റൻസ് ഒന്ന് 2 പ്രാവശ്യം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, സോ സീ യു അടുത്ത ദിവസം കാണാം. താങ്ക് യു.